ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇടിച്ചക്കയും വാരിയലും കൂട്ടാനാണ്. അപ്പോൾ അത് വൈറ്റ്നം ചക്കയാണ്. അപ്പോൾ അതിന് ഒരു ഇടിച്ചക്ക നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായി. അപ്പോൾ ആ കൂട്ടാനിക്കുള്ള വാരിയൽ ജിന്നിമാൻ കാക്കൂൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഉപ്പച്ചേനെ പോയി അതൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. അടിപൊളി മീറ്റാണിത്. അപ്പോൾ അതിൻ്റെ ചെറിയ വാരിയലിന് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഒന്നും കൂടി ടേസ്റ്റ് തരിക. അപ്പോൾ ചെറിയ വാരലിലൊക്കെ നോക്കിയെടുത്ത് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി കൂട്ടാനാണ്. നല്ല സിമ്പിളുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അതാ നല്ല അടിപൊളി വാരിയലുണ്ട് അവിടെ. അത് വലിയ വാരിയലാണ്, നമുക്ക് ആവശ്യം ചെറിയതാണ്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നോക്കാം. ആദ്യം കുക്കറിലോട്ട് ഈ വാരിയൽ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് പതിരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് ആ പതിരിൻ്റെ ഒരു ഇറച്ചി. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല നോക്കാം. കറിവേപ്പില, ജീരകപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് ചെറിയുള്ളി. അപ്പം ഇനി ബീഫിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓരോരുത്തർക്ക് ഓരോ ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. കുരുമുളക് ആവുകൊണ്ട് നല്ല സ്പൈസി ആയിരിക്കും. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ചധികം കറിവേപ്പില തന്നെ ഇടുന്നുണ്ട്, നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് കൈ വെച്ചൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ അതാ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇറച്ചിക്ക് അനുസരിച്ചുള്ള വേവിന് വെക്കാവുന്നതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഇറച്ചിൻ്റെ അനുസരിച്ചാണ് വേവ് ഉണ്ടാവുക. അപ്പോൾ അത് ഓരോ ഇറച്ചിക്ക് ഓരോ വേവായിരിക്കും. അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി കുക്കറൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഇറച്ചി അവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിച്ചക്ക ഒന്ന് മുറിച്ചെടുക്കാം. അതുമുള്ള വളഞ്ഞ് ന്യൂസ് പേപ്പർ വെച്ചൊന്ന് ഒപ്പിയെടുത്താൽ മതി. അപ്പോൾ അത് പൊയ്ക്കോളും. ആദ്യം നമ്മൾ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ അത് ഇടിച്ചക്ക മുറിക്കാൻ നല്ല സുഖമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിക്കണത്. ഇഷ്ടമുള്ള രീതിക്ക് മുറിക്കട്ടോ. ആദ്യം റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ക്യൂബാക്കി എടുക്കുകയായിരിക്കും. ഇടിച്ചക്ക അതാ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ക്യൂബാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി വന്നപ്പോൾ അതിലേക്ക് ഇടിച്ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അടുപ്പിലിട്ടൊന്ന് ചുട്ടെടുക്കുക. അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറാണ് ഈ തേങ്ങയൊക്കെ ഇട്ടാൽ. അപ്പോൾ ഇതിലേക്ക് ചെറിയുള്ളിയും കൂടി കൂട്ടി ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇടിച്ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ.
ഉണ്ടാക്കാനും സുഖമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാരിയല്ലുമത്തെ മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ്. തൊട്ടാൽ തന്നെ നല്ലോണം അലിഞ്ഞു പോരുന്ന മീറ്റാണ്. നല്ല ടേസ്റ്റുമാണ്. അതാ അടിപൊളിയായി വന്നിട്ടുണ്ട്.